ന ന ന കൃതണരകാം 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 ന ന ന. ഈ കഥകളി മേള രംഗത്ത് നമുക്ക് രണ്ട് ചിട്ടകളുണ്ടല്ലോ, തെക്കൻ ചിട്ടയും വടക്കൻ ചിട്ടയും. ഇന്ന് ഈ രംഗത്ത് നിൽക്കുന്ന കലാകാരന്മാർ പുതിയ തലമുറകൾക്കിടയിൽ പോലും തെക്കൻ ചിട്ടയിലെ പൂർണ്ണമായി ഗ്രഹിക്കുകയും തെക്കൻ ചിട്ടയിൽ ഒരു കൊട്ട് പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയുന്നത് ആശാനാണെന്ന് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അത് ശരിയുമാണ്. അതിലൊരു പ്രത്യേകത ഇപ്പോൾ ചില പ്രത്യേകതയുണ്ടല്ലോ. ഇപ്പോൾ തിരനോക്ക് പറഞ്ഞു, അതുപോലെ തന്നെ ആട്ടക്കലാശ, അങ്ങനെയുള്ള ചില പ്രത്യേകതകളുണ്ടല്ലോ, ആ ശൈലി വ്യത്യാസങ്ങൾ അതൊന്ന് വിശദീകരിക്കാമോ? തെക്കും വടക്കുമായിട്ടുള്ള ഈ കലാശകളെ ഇപ്പോൾ അഷ്ടകലാശം, നമ്മുടെ കല്യാണ സൗന്ദര്യം കൊണ്ടുവരുന്ന അഷ്ടകലാശം, തെക്ക് അഷ്ടകലാശം എടുക്കുന്നത് 8 കലാശം കഴിഞ്ഞിട്ട് വലിയ കലാശം, വടക്ക് 4 കലാശം കഴിഞ്ഞിട്ട് വലിയ കലാശം, അങ്ങനെയല്ലോ ആശാനെ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പം ആ കലാശത്തിനകത്ത് എടുത്തുകൊണ്ട് വരുന്ന ഇതെല്ലാം ചമ്പേല കലാശങ്ങൾ എടുക്കുന്നത്. അത് പാടി വന്ന ഇത്ര അക്ഷരം മാത്രയ്ക്കകത്ത് നിന്നാണ് ഇത് കൊട്ടി വരുന്നത്. അതനുസരിച്ച് വേഷക്കാർ കലാശം ചവിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഈ 8 കലാശം എടുത്ത് ഒടിവ് വലിയ കലാശം എടുത്ത് കൊട്ടി, അതൊക്കെ ഈ കൊട്ടി കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിൽ നിന്ന് തന്നെ അതൊക്കെ മാറിയിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സമ്പ്രദായ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ തെക്ക് ഈ ചെമ്പടയിൽ തന്നെ ഈ സാധകം ചെയ്യുമ്പം തിത്തത്ത ഈ സാധകം ചെയ്യുമ്പം നമ്മൾ ഇതൊക്കെ ചെണ്ടയിലും കുട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കും. അപ്പോൾ അവർ ചെണ്ടയ്ക്ക് വേഷക്കാർ സാധകം ചെയ്യുന്നതിന് കൂടെ ചെണ്ടയ്ക്ക്, അപ്പോൾ അതിനകത്ത് നിന്ന് അതിന് ഒടുവിൽ വരുമ്പോൾ അവരോരോരുത്തരുടെ കലാശം എടുക്കും. ഇത്ത എടുക്കും, തിത്തത്തേയ് അങ്ങനെയുള്ള കലാശം എടുക്കും, ഗഡൂറ അങ്ങനെയുള്ള കലാശം എടുക്കും. അങ്ങനെയൊക്കെ പല കലാശങ്ങൾ ആട്ടക്കാർ വേഷക്കാരനെടുക്കുന്ന കലാശം എന്താണെന്ന് അറിഞ്ഞ് ചെണ്ടക്കാരെ കൂട്ടണം. ചെണ്ടക്കാരൻ കലാശം കൂട്ടുമല്ല, വേഷക്കാരനാണ് കലാശം എടുക്കുന്നത്. ആ കലാശം ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് ഒഴിയുക. അടന്ന മുറി അടന്ന തിത്തേ ഇതിനകത്ത് ഇതിലെടുക്കുന്ന കലാശത്തിൽ വ്യത്യാസമുണ്ട്, വടക്ക് തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അതുപോലെ തന്നെ ചമ്പേല കൊണ്ട് ആദ്യം കിട്ടത് ഈ കാലത്തിലും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് മുറിയ കാലത്തിൽ കലാശം വരുമ്പം അതനുസരിച്ച് കൂട്ടുക. അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായത്തിലുള്ള വ്യത്യാസങ്ങൾ തെക്കും വടക്കും ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. വടക്കുനിന്ന് വരുന്ന ഒരു കൂട്ടുകാർക്ക് തെക്കൻ കൂട്ടിനോട് തെക്കൻ വേഷക്കാരുടെ കൂടെ കൂട്ടുന്നതിന് അല്പം കുറച്ച് അതാ ചിലരും ചോദിച്ചു പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു വശവത. കാരണം എങ്ങനെയാണ് അതിൻ്റെ സംഗതികൾ. അതേപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ് പാണികൊട്ട്. പാണികൊട്ട് ഇപ്പം നമുക്ക് ഒരു ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും ഒക്കെ നമുക്ക് പാണിയിൽ ചില മാത്രം അങ്ങനെ ഉണ്ടല്ലോ. അതിനകത്ത് ഇപ്പോൾ ആശാൻ ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്തെ ക്ഷേത്രവാദ്യ രംഗത്ത് പാണി കൊട്ടുന്നവർ തന്നെ വളരെ ചുരുക്കമാണ്. അതിൽ തന്നെ ആശാനാണിപ്പോഴും ഈ രംഗത്ത് അതിൻ്റെ മുഴുവൻ സമ്പ്രദായങ്ങളും അറിയാവുന്നതും അത് പൂർണ്ണമായി ചെയ്യുന്നു. പക്ഷേ ചില ക്ഷേത്രങ്ങളെ സംബന്ധിച്ചോളം ആശാൻ വന്ന് കൊട്ടിയാലാണ് ഒരു വിശ്വാസം വരുന്നത്, ആ പാണി പൂർണ്ണമായെന്നും തെറ്റില്ലാതെ പാണി കൊട്ടി എന്നുള്ളത്. അപ്പോൾ അതൊന്ന് വിശദീകരിക്കാമോ, ഈ പാണി കൊട്ടിൻ്റെ ഒരു വ്യത്യാസം? മരപ്പാണി, ഇപ്പോൾ പാണിയിലേക്ക് ഏറ്റവും വലിയ പാണിയാണ് മരപ്പാണി കൂട്ടുക. മരപ്പാണി കൂട്ടുമെന്ന് പറയുമ്പോൾ അവർ കുളിച്ചു വന്ന് എല്ലാം വസ്ത്രവും കുത്തിട്ട് പുതിയ വസ്ത്രമൊക്കെ കൊടുത്തു അങ്ങോട്ട് വന്ന് പാണി കൊട്ടാൻ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പാണികൊട്ടിൻ്റെ സങ്കല്പം തന്നെ ഐതിഹ്യമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പം 8 ദിക്കിലെ മറ്റ് ദേവന്മാരെ ക്ഷണിച്ച് അവിടെ വരുത്തുക. അതാണ് ഈ പാണികൊട്ടിൻ്റെ ഉദ്ദേശം പറയുന്നത്. നമ്മളൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ എല്ലായിടവും നടന്ന് നമ്മൾ ക്ഷണിക്കുന്ന പോലെ ഈ 8 ദിക്കിലെ ദേവന്മാർ അന്ന് നടക്കുന്ന ഉത്സവലിക്ക്, അദ്ദേഹത്തിൻ്റെ ദേശീയോത്സവത്തിന് നടക്കുന്ന ഉത്സവത്തിന് ഇന്നെല്ലാ ദേവന്മാർക്കും സദ്യ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനകത്താണ് ഈ പാണികൊട്ടിൽ ആണ് അവരെ ക്ഷണിക്കുക. പാണികൊട്ടെന്ന് കേൾക്കുമ്പം ഇന്ന് അവിടെ എന്തോ ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാവരും അതിനകത്ത് പാണികൂട്ടിനകത്ത് ഒരു കൈ പെശകരുത് എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ കുളിച്ചു വന്നുകൊണ്ട് ചെമ്പട മാത്രയാണ്, ചെമ്പടയിലാണ് നമ്മുടെ കോട്ടെ. അങ്ങനെ ചെമ്പട ഒരു 4 ചെമ്പട കഴിയുമ്പോഴ ഒന്ന് അടുത്ത തായ്ക്ക് കൈ വെച്ചു. അങ്ങനെ 4 മടങ്ങ് അങ്ങനെ മനസ്സിനകത്ത് താളം പിടിക്കുക. മനസ്സിനകത്ത് പിടിച്ച അത് കൂട്ടുക. അതങ്ങനെ 53 കയ്യാണ്
മരപ്പാണിക്ക് കൊട്ട്. അത് താന്നും തോന്നും താ തൂം താ തൂം ദീൻ തൂം ദീൻ തൂ അങ്ങനെ 2 മടങ്ങ് മുഴുക്കല. പിന്നെ താ തൂം മുഴുക്കല, ദീൻ തൂ അങ്ങനെ 2 മടങ്ങ് അരക്കല. അത് ഒടുവിലും അതുപോലെ ഒരു മുഴുക്കല. ഒടുവിൽ തീരുവ കൊട്ടി അങ്ങോട്ട് നിർത്തുക. ഈ 53 കൈ ഒരു 20-25 മിനിറ്റെങ്കിലും വേണം കൊട്ടാൻ. അത്ര ശ്രദ്ധയോടുകൂടി നമ്മൾ നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ മനസ്സിനകത്ത് മറ്റൊന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ അവധി കഴിഞ്ഞാൽ അവിടെ പോകണം എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. ചിന്തിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് മനസ്സിൽ നിന്ന് ആ മാത്ര അങ്ങ് മാറും. മാത്ര മാറിക്കഴിയുമ്പോൾ കൊട്ടിന് പിശക് സംഭവിക്കും. കൊട്ടിന് പിശക് സംഭവിച്ചാൽ അതിനെന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ആ മരപ്പാണി കൊട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനാണ് ഏറ്റവും ഗൗരവം. അത് തന്നെ നമ്മൾ ചില പ്രതിഷ്ഠയ്ക്കും മറ്റുമൊക്കെ തിരിച്ചു കൂട്ടും. സമകാരക്രിയ. അത് ഈ മോളിൽ നിന്ന് താഴോട്ട് ചില വിഗ്രഹത്തിന് കേടുപറ്റി, ചില വിഗ്രഹം മാറി പുനഃപ്രതിഷ്ഠ നടത്തണം. അപ്പോൾ ഈ ചൈതന്യത്തെ കലശത്തിലേക്ക് ആവാഹിക്കുന്നതിന് വേണ്ടി നമ്മൾ തിരിച്ചു കൊട്ടുന്നതാണ് സമകാരപ്പാടി. അതായത് നമ്മൾ വിഗ്രഹങ്ങളിൽ നിന്നും ചൈതന്യത്തെ കലശത്തിലേക്ക് ആവാഹിച്ചിട്ട് പുതിയ വിഗ്രഹത്തിലേക്ക് നമ്മൾ തിരിച്ച് മറ്റേ പാണ് കൊട്ടിയിട്ട് തിരികെ വെക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ മലബാറിൻ്റെ തെയ്യം പോലെ നമ്മൾ ഓണാട്ടുകരയുടെ ഏറ്റവും വലിയൊരു കലയാണ് ജീവത എഴുന്നള്ളത്ത്. നമുക്കിപ്പോൾ പ്രധാനമായും 2 ജീവത എഴുന്നള്ളത്ത്, 2 ചിട്ടയാണ്. ഒന്ന് കാരാഴ്മ ചിട്ടയും ഒന്ന് രാമപുരം ചിട്ടയും. കാരാഴ്മ ചിട്ടയിലെ അൻപൊലിമേളവും രാമപുരം ചിട്ടയിലെ അൻപൊലിമേളവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതിൽ രാമപുരം ചിട്ട ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ആശാനാണ് ഇന്നത്തെ ഒരു ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട ആ ചിട്ടയുടെ പ്രധാനപ്പെട്ട ആൾ. ഈ ചിട്ടയിൽ തന്നെ നമുക്ക് ഒരുപാട് താള വ്യത്യാസം. ഈ കഥകളിയിൽ നിന്ന് പഠിച്ച അല്ലെങ്കിൽ കഥകളിൽ നിന്ന് ഗ്രഹിച്ച ആ അറിവ് ഈ രംഗത്തുകൂടി ആശാൻ അത് ഗുണകരമായിട്ടുണ്ടോ? കാരണം ഏകദേശം ചില ചിട്ടകളൊക്കെ അതിൻ്റെ കഥകളിയുമായി ചേർന്ന് നിൽക്കുന്ന ചിട്ടകളാണല്ലോ. മാങ്കുളം വിഷ്ണുനമ്പൂരി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മാങ്കുളം തിരുമേനി ഉൾപ്പെടെയുള്ളവർ ചിട്ടപ്പെടുത്തിയതാണ് ഇന്നിപ്പോൾ നിലവിലുള്ള ഈ നമ്മളുടെ ജീവിത എഴുന്നള്ളത്തിൻ്റെ മേളങ്ങൾ. ആശാൻ ഇപ്പോൾ ഇത്രയും അടന്തയും പിന്നെ അതേപോലെ തന്നെ കുണ്ടളാച്ചിയും വിഷമകുണ്ടളും ഒക്കെ ആശാൻ കൊട്ടണമെന്നാണ് ഈ പ്രദേശത്ത് എല്ലാവരും. അല്ലെങ്കിൽ ഇവർ ചെല്ലുമ്പോൾ ഉത്തമനാശാൻ കൊട്ടണം, ഉത്തമനാശാൻ വന്നാലേ പിന്നെ വിഷമകുണ്ടലം കൊട്ടണം, കുണ്ടളാച്ചി കൊട്ടണം, ഇങ്ങനെ ശടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെട്ടത് ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ ആശാൻ ഇത്രയും അതിനകത്ത് പ്രാഗൽഭ്യം നേടാൻ കഥകളി മേള ആശാനെ സഹായിച്ചിട്ടുണ്ടോ? കഥകളി മേള പഠനം സഹായിച്ചിട്ടുണ്ടോ? ഈ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിൻ്റെ ചോദിച്ചേ, എഴുന്നള്ളത്ത് മേളമെന്ന് പറയുമ്പം ഞാൻ ചെയ്യുന്ന സ്ഥലം പുല്ലുളങ്ങരയും പാട്ടമ്പലൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു അടുക്കും ചിട്ടയും ഉണ്ട്. ഇപ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് പോകുന്നതല്ല, ഞാൻ അടിസ്ഥാനമായിട്ട് അത് ചെയ്യും. ഇപ്പം നമ്മളിപ്പം ജീവിതം കൊണ്ട് എഴുന്നള്ളിച്ച ആദ്യമേ നമ്മൾ ഒരു സാധാരണ പറഞ്ഞ ഒരു ഏകതാളം പറഞ്ഞാൽ സർവ്വലഘുവിനകത്ത് പോകുന്നതായി ഏകതാളം എന്ന് പറയാം. അപ്പോൾ അതിനകത്തൊരു ഏകതാളം അങ്ങോട്ട് കൂട്ടിക്കഴിയുമ്പോഴേക്ക് രണ്ടാമത്തെ താളം നമ്മളിപ്പം ആദ്യമായിട്ട് ഒരു കുട്ടനാച്ചി, നേരത്തെ പറഞ്ഞാൽ കുട്ടനാച്ചല്ല ആദ്യം കൂട്ടിട്ട് ആദ്യത്തെ താളം ചമ്പതാളം. അതിനകത്ത് ഇടയ്ക്ക് പിന്നെ പഞ്ചാരിയും കൂടെ ചേർക്കും. അപ്പോൾ പഞ്ചാരിയും കൂടെ വന്നു. അതിനകത്ത് തന്നെ ചമ്പയും കൂടെ വന്നു. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവുക. അതനുസരിച്ച് തിരുമേനിമാരും ചവിട്ടുക. നമ്മൾ എന്തോ കൊട്ടിയാലും അവരോടൊന്നും പറയണ്ട, അവർ ചവിട്ടിക്കോളൂ, ഇന്നതാ കൊട്ടുന്നത് മനസ്സിലായി. അതുപോലെ തന്നെ പിന്നെ കൊട്ടിക്കഴിഞ്ഞാൽ അടന്ത മാത്രം. ആ അടന്തയുടെ ഇടയ്ക്കൂടെ പഞ്ചാരി വരും, രണ്ടാമതൊരു താളം വരും. അതുപോലെ അടന്തയും പഞ്ചാരിയും അടന്തയും കൂടെ വരും. ഇതൊക്കെ ക്ഷേത്രത്തിലെ മാത്രം ഓണാട്ടുകരയ്ക്ക് മാത്രമുള്ള ഒരു ഇതാണ് ഈ പറഞ്ഞ ശൈലിയിലുള്ള മേളങ്ങൾ. അതായത് ഭഗവാനെ തണ്ടിലേറ്റി, അതായത് ഒരു പല്ലക്കിലേറ്റുന്ന ഒരു പോലെ പല്ലക്ക് പോലെയുള്ള ജീവിതയിൽ എഴുന്നള്ളിക്കുമ്പോൾ കൊട്ടുന്നതാണ്. ഇന്ന് ആ രംഗത്ത് പ്രഗത്ഭനായിട്ടുള്ള ഏറ്റവും നൈപുണ്യമുള്ള ആളാണ് ശ്രീ കീരിക്കാട് പുരുഷോത്തമപണിക്കർ. അദ്ദേഹം ഈ വിശദീകരിക്കുന്നതൊക്കെ ക്ഷേത്രവാദ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആകർഷണീയവുമായ മേളങ്ങളാണ്. ഈ പറഞ്ഞ് നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് മേളങ്ങളുണ്ടല്ലോ. നമ്മൾ പിന്നെ ലക്ഷ്മിതാളം, ഏകതാളം കൊട്ടി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. അതുപോലെ തന്നെ നമ്മൾ വന്ന് പിന്നെ പല സ്ഥലങ്ങളിൽ നമുക്ക് പിന്നെ അൻപലിക്ക് പ്രത്യേക താളങ്ങൾ, അൻപലിക്ക് പ്രത്യേക കൊട്ട് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു വായ്ത്താരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വായ്ത്താരി ഒന്ന് ചൊല്ലാമോ? ഇതിനകത്ത് വായ്ത്താരി. ഇപ്പം ചമ്പ ചെറിയ താളം, ഇങ്ങനെ കൂട്ടി കൊട്ടും.
നമ്മൾ അപ്പുറത്ത് കഥകളിക്ക് വേറെ ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയ ചമ്പത്, അത് ചമ്പത് വായ്ത്താരിയായിട്ട്. ആ തേ ത തീൻ ത ത കിട്ട തീ തീ കിട്ട തേ, ഇതാ ചമ്പ വരുന്നത്. ആ ചമ്പയ്ക്കകത്ത് അത് കൊണ്ട് 4 കാലത്തിൽ കൂട്ടും. ഒടി വരുമ്പോഴത്തേക്ക് അതങ്ങോട്ട് കൊട്ടി കലായിച്ചു കഴിഞ്ഞു. അടുത്ത താളം കൊട്ടുന്നത് അടന്തയായിരിക്കും. ഇത് കഥകളിയിലുള്ള താളമാണ്. ഇതാ ഇവിടെ ജീവിത എഴുന്നള്ളിക്കുന്നതിന് നമ്മൾ അടന്ത കൊട്ടുക. ഇത് അടന്തയുടെ ഇടയ്ക്ക് പിന്നെ പഞ്ചാരി കൂടെ കൊട്ടും. പഞ്ചാരി വടക്കോട്ട് പറയുമ്പോൾ നമ്മൾ പഞ്ചാരി പറയുമ്പോൾ ഇവിടെ എല്ലാം ഒന്നാ. ഇപ്പം എല്ലാവരും അങ്ങനെ വായിച്ചാലും പറയത്തില്ല. ത തീൻ ത തു, ഇതാ പഞ്ചാരി വായിച്ചാരി പറയാം. ഇവിടെ ഈ എണ്ണി കൊട്ട് കാണിക്കും. നമ്മുടെ ഇവിടുത്തെ പഞ്ചാരി പറഞ്ഞാൽ 1 2 3 4 5. ഈ വായിത്താരി ഇതാ. ഇതിനകത്ത് തത്താക്കിടതിയുണ്ട്. അതൊന്ന് കാണിക്കാം, വായ്ത്താരിയും കൂടെ. തീൻ ത കീൻ തു തീൻ അടുത്ത പഞ്ചാരിക്ക് തീർന്നു. അത് തന്നെ ഇപ്പോഴും ഡെഡ് ആ കൊട്ടിലേക്ക് കൊണ്ടുപോകും. വായ്ത്താരി നമ്മൾ പറഞ്ഞാൽ അതിനൊരു പഞ്ചാരിക്കൊരു തീരുമാനം പറയുന്നത് ഇത് തിരുവന് പഠിപ്പിച്ചുകൊണ്ട് പറയുന്നതല്ല, ചുമ്മാതെ കയറി പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇതിനകത്ത് പഞ്ചാരിക്കകത്ത് എന്തെല്ലാം ആ കഥകളിൽ തന്നെ വരുന്നെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. പഞ്ചാരി തോങ്കാരുണ്ട്, അങ്ങനെ സർവ്വ കാര്യങ്ങളും ഇതടങ്ങാം. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, കോട്ടിട്ടുണ്ട്, മനസ്സിൽ നിന്ന് ഇതെല്ലാം അങ്ങോട്ട്. പിന്നെ എഴുന്നള്ളത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നമ്മളിത് വലിയ താളം കൂട്ടുന്ന കുണ്ടളാഴ്ചയാണ്. അത് ഈ വായ്ത്താരി എന്ന് പറഞ്ഞാൽ തേ 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 തീ ആ ലഘുവ. അതൊരു 4 മടങ്ങ് അങ്ങോട്ട് കിട്ടും. അതിൻ്റെ 2ാമത്തെ മടങ്ങിന് വരുമ്പോൾ ചണ്ടക്കാർ കൊട്ടി വയ്ക്കുന്നവർ അങ്ങോട്ട് കലാച്ചു. ഇതൊക്കെ ഈ പറഞ്ഞ് പിടിപ്പിക്കാനേ അന്നേരം അങ്ങോട്ട് കയറി അങ്ങ് കൊട്ടും. ഈ ഏറ്റവും വലിയൊരു പിന്നെ വിഷമം കൊണ്ടല്ലോ എന്നും പറഞ്ഞ് ഇവിടെ ഒരു വലിയ ഇതുണ്ട്. 3 ആദ്യത്തെ വരും 3 3 7 വിഷമമുണ്ടല്ലേ, 4 4 9 ഇത്രയും വരുമ്പോഴേ വിഷമമണ്ഡലത്തിൻ്റെ നീളമായുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ വന്നാൽ അതൊക്കെ മിക്കവാറും കൊട്ടാറുള്ളത്. ചിലർക്ക് വിഷമമണ്ഡലം വേണമെന്ന് എടുത്തു പറയും. അങ്ങനെയൊക്കെ ഇതൊക്കെ പഠിച്ച് വേണ്ടതുപോലെ ചെയ്യും. ഇവിടെ ഇപ്പോൾ എത്ര 4-5 ഭഗവതിമാർ എഴുന്നള്ളിച്ചാലും ഞാനൊരു ചെണ്ടയും കൊണ്ടൊന്നും ആരും എൻ്റെ മുകളിൽ കയറൊന്നും കാണിച്ചു പോകത്തില്ല. അത് എന്നെ നോക്കിയേ പോകത്തുള്ളൂ. എന്നാൽ അവർക്കറിയാം ഞാൻ ഇവരുടെ അടുത്ത് തള്ളാനും പോകത്തില്ല. എങ്കിലും അതിനകത്തുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ കേളിയില്ലേ, നമ്മുടെ കഥകളിയുടെ കേളിയൊക്കെ തുല്യമായിട്ടാണോ നമ്മളുടെ ഇപ്പോൾ ഈ വൃശ്ചിക മാസത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ 41 ദിവസം കേളിയുണ്ടല്ലോ, ഈ 2 കേളികളും തമ്മിലുള്ള ഒരു സമ്പ്രദായത്തിൽ വ്യത്യാസമുണ്ടോ? ഈ സാധാരണ കേളി, ദിവാരാധന കേളി എന്ന് പറയുമ്പോൾ കേളി മുഖം, ഊട്ടിപ്പെരുക്ക്, ചെമ്മട, ഇടകാലം, ഇരിയട ഇത്രയൊക്കെ കൂട്ടുമ്പം അതിൻ്റെയൊക്കെ സമയത്തിൻ്റെ അവിടുത്തെ സമയദൂരം അനുസരിച്ച് നമ്മൾ ചുരുക്കി കൊണ്ടുവരും. കൂട്ടിയെടുക്കാനുള്ളതാണെങ്കിൽ കൂട്ടിയെടുക്കും. കഥകളി കേളിയെ സംബന്ധിച്ചിടത്തോളം അലങ്കാര കൈയോടെ കൂട്ടും. ആ കഥകളി കേളിക്ക് കേളി മുഖം കഴിഞ്ഞാൽ അവരുടെ ഡെഡ് അങ്ങനെ അലങ്കാര കൈയുണ്ട്. അലങ്കാര കൈ കൊട്ടി വന്നിട്ട് പിന്നെ നമ്മൾ 2ാമത് കേളി മുഖത്തിലേക്ക് കിടക്കത്തുള്ളൂ. അതാണ് നമ്മൾ സാധാരണ അമ്പലത്തിലേക്ക് ദിവാരാധനയ്ക്കൊക്കെ കൂട്ടും. അലങ്കാര കൈ വേണ്ട. അത് കഥകളിക്ക് കൂട്ടുന്നിടത്ത് മാത്രം പിടവുണ്ടോയെന്ന് അറിയാൻ വയ്യ. അല്ലേ, അലങ്കാര കൈ കൂട്ടുന്നത് കേൾക്കുമ്പോൾ തന്നെ കഥകളി മേളവാ, കഥകളി കേളിയാ അതറിയത്തുള്ളൂ. മറ്റേത് 41 ദിവസം നമ്മൾ അമ്പലത്തിൽ കൂട്ടും സാധാരണ കേളി. ഇതല്ല കഥകളി കേളി. ഇത് നമ്മൾ അല്പ വ്യത്യാസങ്ങളുണ്ട്. ആ കൊട്ടിനകത്ത് വരുത്തുന്നതാണ്. ഈ ഉത്സവത്തിന് കൊട്ടുന്ന കേളിയോ? നമ്മുടെ ഉത്സവത്തിന് സാധാരണ ഈ കേളിയെല്ലാം ഒന്ന് തന്നെ. കേളിയെല്ലാം ഒന്ന് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഈ ഒരു കേളി മുഖം പഠിക്കാത്ത ഒരാളങ്ങോട്ട് ചെണ്ടയും കൊണ്ട് കേളി കൊട്ടാൻ കയറി നിൽക്കത്തില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒത്തിരി ആളുകൾ ബൗദ്ധരോടെ കൊട്ടുന്നില്ല. ഒരു ചെണ്ടയും മദ്ദളുമായിട്ട് കേളി കൊട്ടാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അയാൾ അങ്ങോട്ട് വരത്തില്ല.
ആശാൻ ഈ തെക്കൻ ചിട്ടയിൽ ആശാൻ സജീവമായിരുന്ന കാലത്ത് തെക്കൻ ചിട്ടയുടെ പൂർണ്ണ സമ്പ്രദായം അനുസരിച്ച് കൊട്ടുന്നതിൽ ആശാൻ ഒരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാമാണികത്വം വഹിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ ക്ഷേത്രകലയിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ കഥകളി മേളരംഗത്ത് പരമ്പരാഗത ശൈലിയിൽ പഠിച്ചു വന്ന ആശാൻ്റെ കാലത്ത് ഇപ്പോൾ വാരണാസി തിരുമേനിയിൽ നിന്നും പഠിച്ചു വന്ന ആ കാലഘട്ടത്തിൽ നിന്നും ഇന്നത്തെ ഒരു തലമുറ കുറച്ചുകൂടെ പിന്നെ മറ്റു രീതിയിൽ പഠിച്ചു വന്ന് സമ്പ്രദായങ്ങളിൽ വ്യത്യാസം വരുത്തുന്നതും കാലോചിതമായി ഈ പരിഷ്കാരങ്ങൾ വരുത്തുമ്പോൾ അതിനകത്ത് ചില വ്യത്യാസങ്ങൾ വരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനകത്തെക്കുറിച്ച് എന്താണ് ആശാൻ അഭിപ്രായം? പഴയ രീതിയിൽ നിന്നും പുതിയ രീതിയിലേക്ക് വന്നപ്പോൾ അത് ആ മാറ്റം ഗുണകരമാണോ അല്ലെങ്കിൽ കഥകളിക്ക് ഗുണം ചെയ്യുന്നതാണെന്ന് ആശാന് തോന്നുന്നുണ്ടോ? ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? പഴയ സമ്പ്രദായവും ഇപ്പോഴത്തെ സമ്പ്രദായമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പഴയ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ടും ഗുരുത്വമായിട്ടും ആശാന്മാരോടുള്ള ആ ബഹുമാനവും ഒക്കെ ആ കാലത്തുള്ളതുപോലെ ഈ കാലത്തില്ല. നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞാൽ ആശാൻ്റെ കൂടെ തന്നെ നടന്നെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് ആ തൊഴിൽ നമ്മുടെ കയ്യിൽ ബലപ്പെടുത്തുള്ളൂ. ഇത് നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പം നാളെ അതിൻ്റെ അപ്പുറത്തോട്ട് മാറി ആരാപത്തിന് കാശ് കൂടുതൽ കൊടുക്കുന്നത് അയാളുടെ കൂടെയൊക്കെ അങ്ങ് പോകും. നമ്മളെ പിന്നെ നിയന്ത്രണത്തിൽ കൂടി പിടിച്ചാൽ കിട്ടത്തില്ല. അത് പഠിച്ചപ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ടില്ലയോ, ഇന്നിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനാണ് പോകുന്നത്. മറ്റേതല്ല, ആശാൻ്റെ ഇഷ്ടത്തിന് നടന്നാൽ പാരമ്പര്യമായിട്ട് ആ തൊഴിൽ ഉറപ്പിച്ചെടുക്കാൻ പറ്റും. അതിൽ നിന്ന് വിട്ടുപോയാൽ അതിന് വിട്ടുപോയി. കാരണം അയാൾക്ക് പിന്നെ നമ്മൾ പഠിപ്പിച്ചതും കയ്യിൽ കാണത്തില്ല, അവൻ്റെ സ്വന്തമായിട്ടുള്ള രീതിയിലൊരു പോക്കാണ്. അത് നമ്മൾ ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് അത് പഴയ കാലത്തെ പോലുള്ള ബഹുമാനവും കാര്യവും ആശാന്മാരോടുള്ള കടപ്പാടും ഒന്നും ഇന്ന് ആർക്കും ഇല്ലാതെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ അങ്ങോട്ട് ചോദിക്കാതിരിക്കുന്ന അപ്പം അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് നമ്മൾ അല്ല, ഈ മേളരംഗത്ത് ആ വ്യത്യാസം കാണുന്നുണ്ടോ? അതായത് ഈ സമ്പ്രദായങ്ങളിൽ, അതായത് ആശാൻ പഠിച്ചിരുന്ന അല്ലെങ്കിൽ വാരണാസി തിരുമേനി പഠിപ്പിച്ചിരുന്നതും ആശാൻ കൊണ്ടു നടന്നതുമായ ആ കാലഘട്ടത്തിൽ നിന്നും മേളങ്ങളിൽ ആ വ്യത്യാസം പ്രകടമാകുന്നുണ്ടോ? ഇന്നത്തെ മേളമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലയോ, അടിസ്ഥാനമായിട്ടുള്ള മേളങ്ങൾ കുറവാണ്. ആരെങ്കിലും വന്ന് കുറച്ച് ബഹളം വെച്ച് കൂട്ടിയാൽ അയാളാ മിടുക്കൻ, അയാളെ വോട്ട് കേമം എന്ന് പറയാൻ 4 പേര് അപ്പുറത്തുണ്ടാവും. അടിസ്ഥാനം എന്തുവാണെന്ന് ചോദിച്ചിരുന്നാൽ അതിനെപ്പറ്റി പറയാനൊന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബഹളത്തിൽ ഇന്നിപ്പോൾ ക്ഷേത്രത്തിലായാലും നമ്മൾ കാണാൻ വയ്യ. ഇപ്പോൾ പെണ്ണുങ്ങളായാലും ശൃംഗാരിമേളം, മറ്റുള്ളവരുടെ ശൃംഗാരിമേളം, അതുപോലെ നമ്മൾ അടിസ്ഥാനമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് നോക്കാനോ ശ്രദ്ധിക്കാനോ പോലും ആളുകളില്ലാത്ത ഒരു കാലം. ഇന്ന് ആ സൈഡിൽ കൂടെ മറ്റുള്ളവരും അതിനെ ഹെൽപ്പ് ചെയ്യാനും അവരെ കൂടെ എൻ്റെ കൂടെ പ്രോത്സാഹിപ്പിക്കാനും നടക്കുന്ന ഒരു കാലം. അതുകൊണ്ട് ഇത് കുറച്ച് നമ്മുടെ ഒക്കെ അഭിമാനത്തിന് കുറേയൊക്കെ മിണ്ടാതൊക്കെ അങ്ങ് കഴിഞ്ഞു കൂടുന്നതിനെ പറ്റത്തുള്ളൂ. ആ കാലമെല്ലാം പോയി. ഇന്നത്തെ പുതിയ കാലം, പുതിയ കൊട്ടൻ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്ന് വെളുക്കുള്ള ഒരു കഥകളിയില്ല, ഏതെങ്കിലും ഒറ്റ കഥ. ഇപ്പോൾ പാരമ്പര്യമായിട്ട് കുട്ടികൾക്ക് ഇതിൻ്റെ കഥാപാത്രത്തെപ്പറ്റി മനസ്സിലാക്കണം, പഠിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പാരമ്പര്യമായ പോക്കുകളില്ല. മറ്റേ മേളപ്പദം കേൾക്കാൻ ആളുകൾ വന്നിരിക്കട്ടെ, അവൾ മേളപ്പദം, അത് കഴിഞ്ഞാൽ എന്തുവാ കർണശബ്ദം, അല്ലെങ്കിൽ 1-ാം ദിവസം, അത് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിനെന്തോ വരുന്ന രക്ഷയാകും, അല്ലെങ്കിൽ സന്താനോപാലം, അല്ലെങ്കിൽ കൂത്ത്, ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളൊക്കെ അറിഞ്ഞ് പഠിക്കാനും അത് മുന്നോട്ട് ശ്രദ്ധിച്ചു കൊണ്ടുപോകാനും ഇന്നത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് അത് വളരെ കുറവാണ്. കാരണം അന്ന് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നതിന് കഷ്ടപ്പെട്ട ഒരു കാലമുണ്ട്. അന്നല്ല എന്ത് ചെയ്താലും കാശ് കിട്ടും. ഇന്നിപ്പോൾ അരങ്ങേറ്റം കഴിച്ചു കൊടുത്തേ അടുത്ത ദിവസം ഒരു ചുമ്മാ നമ്മുടെ അമ്പലത്തിൽ വിളിച്ചു, അവന് 1000 രൂപ കൈ കൊടുത്തേ. ഇന്ന് നമ്മൾ നടന്നപ്പോൾ 10 രൂപ കിട്ടിയിട്ടില്ല. ഇതല്ല കൊടുക്കാനും അടുത്ത ദിവസം ഇയാളെ പ്രോത്സാഹിപ്പിക്കാനും അയാൾക്കൊരു സമ്മാനം കൊടുക്കാനും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങളുടെ മാറ്റം, അതിൽ നിന്ന് തന്നെ ഇത് കുറവുകൾ സംഭവിക്കുന്നതെല്ലാം അവിടെ. ഒരു കാലത്ത് നമ്മൾ അതായത് ഈ ഇപ്പോഴത്തെ കലാകാരന്മാർക്ക് ഈ കലയോടുള്ള അർപ്പണ ബോധം, അതിനോടുള്ള സമർപ്പണം കുറവാണെന്ന് തോന്നുന്നുണ്ടോ? അത് ഈ കലയോടുള്ള ബഹുമാനങ്ങൾ കുറവാണ്. കലയ്ക്ക് ഉള്ള താല്പര്യമുണ്ട്. ഇപ്പം അങ്ങോട്ട് മാറി ഒരു മേളം നടത്തി ഇപ്പോൾ പെട്ടെന്ന് കഴിക്കുക, ഒരു പഞ്ചാരി മേളം പഠിപ്പിച്ച് അങ്ങോട്ട് കൂട്ടിക്കുക. ഒരു കേളികൂട്ട് അത്രയും പെട്ടെന്ന് പറ്റത്തില്ല. അതിന് അടിസ്ഥാനമായിട്ട് ഇപ്പോൾ കിളിമോൻ കൂട്ടി, കൂട്ടിപ്പൊരു കൂട്ടി, നമ്മൾ കൂട്ടിയുടെ കാലം കൂട്ടി, ഈയിടെ കൂട്ടി, അവസാനം നനാശി വരെ കൊട്ടി കഴിയുമ്പോഴേ ആ കേളിയുടേതായ ആ സ്വഭാവത്തിൽ കൂടെ മുന്നോട്ട് പോകാൻ ആൾക്കാർക്ക് സമയമില്ല. ആരെ പെട്ടെന്ന് നമ്മളെ സ്ഥലം കൊട്ടുപൊടിപ്പിക്കുന്നത് ആ ഭാഗത്തോട്ടങ്ങ് പോയേക്കാം. ആശാൻ ഈ 6.5 പതിറ്റാണ്ട് കാലമായിട്ട് ക്ഷേത്രവാദ്യ രംഗത്തും കഥകളി മേളരംഗത്തും ഒക്കെ നിലയുറപ്പിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ട് കുറേയേറെ ആദരവുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്.
അവയൊക്കെ ഒന്ന് ഓർത്തെടുത്ത് പറയാൻ കഴിയുന്നുണ്ടോ? എവിടെ നിന്നൊക്കെയാണ് ഈ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്ന്? പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഞാൻ കൊട്ടിയിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എന്നെ പ്രത്യേകമായിട്ട് അറിഞ്ഞ് അത് കിട്ടിയിട്ടുണ്ട്. അത് ഇന്നപ്പോൾ കിട്ടി, ഇന്നത് കിട്ടിയെന്ന് പറയാൻ ഓർമ്മ അങ്ങോട്ടില്ലാത്തത് കൊണ്ട് മോനെ അതിനെപ്പറ്റി വിശദമായിട്ട് പറയും. ഇപ്പം കേരള ക്ഷേത്രവാദികൾ അക്കാദമി തൃശ്ശൂർന്ന് വാദ്യശ്രീ പുരസ്കാരം കിട്ടിയായിരുന്നു. പിന്നെ ഏവൂർ അമ്പലത്തിൽ വെച്ച് വേലിക്കുട്ടി ആശാൻ സ്മാരക വാദ്യരത്ന പുരസ്കാരം, പിന്നെ പുല്ലുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് വാദ്യകുലപതി പുരസ്കാരം കൊടുത്തായിരുന്നു. പിന്നെ പുരട്ടിക്കാട് പാട്ടമ്പലം അവിടുന്ന് വാദ്യശ്രീ പുരസ്കാരം കൊടുത്ത്. പിന്നെ മുഴുമൂടിക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് കാർത്തിക പുരസ്കാരം കിട്ടിയായിരുന്നു. പിന്നെ അല്ലാതെ കൊച്ചു ക്ഷേത്രങ്ങൾ ഒരുപാട് അച്ഛൻ കൊട്ടിയിട്ടുള്ളിടത്തു നിന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പാണറോല് ഇതുപോലെ ഒരു വാദ്യകുലപതി പുരസ്കാരം കൊടുത്തായിരുന്നു. അങ്ങനെ ഒട്ടും പറയാൻ പറ്റാത്ത പോലെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അച്ഛന്. പിന്നെ അമ്പലപ്പുഴ മറ്റേ പരമേശ്വര കുർബാശാന്റെ ക്ഷേത്ര സ്വാദ്യകല ശ്രേഷ്ഠ പുരസ്കാരം അതും അച്ഛന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് കൊടുക്കാന്ന് പറഞ്ഞാൽ വേണ്ട അങ്ങനെ പറയാറുമുണ്ട്. എല്ലാവരുടെയും ഇത് അനുഗ്രഹം മതി. ആശാനിപ്പോൾ ഏതാണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ പറഞ്ഞു വന്നതനുസരിച്ച് ഈ പ്രദേശത്തെ മഹാക്ഷേത്രങ്ങളെല്ലാം ആശാനെ ആദരിച്ചു കഴിഞ്ഞു. ആശാനെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഈ 50 വർഷങ്ങൾ ഏറെയായി പുല്ലുളങ്ങര ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെയും മാന്നാർ പാട്ടമ്പലം ക്ഷേത്രത്തിൻ്റെയും മേള പ്രാമാണിക രംഗത്ത് ഇന്നും തുടരുകയാണ്. ഇന്നും ആശാന് അനുസ്യൂതം അത് തുടരുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മറ്റ് മേളങ്ങളിലൊക്കെ ആശാൻ ഇപ്പോഴും മേളപ്രമാണിയായി, അല്ലെങ്കിൽ ആശാൻ്റെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ ഒരു കലാജീവിതത്തിൽ, അതായത് ഈ ആശാൻ്റെ ഈ മേളങ്ങളുമായിട്ടുള്ള ഈ ജീവിതത്തിൽ ആശാൻ സംതൃപ്തനാണോ? എനിക്ക് മേളങ്ങളുടെ തുടക്കത്തിൽ തന്നെ വളരെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി, പറഞ്ഞല്ലോ ഒരുപാട് ബുദ്ധിമുട്ടും. അന്നത്തെ കാലത്ത് വളരെ കഷ്ടം, ഭക്ഷണം പോലും കഴിക്കാൻ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടത്തിൽ ഞാനിതുകൊണ്ട് മാത്രം അങ്ങോട്ട് ഇറങ്ങി, ചെണ്ട ക്ഷേത്രവാദ്യങ്ങളുമായിട്ട്. എൻ്റെ 3 മക്കളെയും ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഇവരെ ഒക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കഴിഞ്ഞു. ഒരാൾ മിലിറ്ററിയിൽ, ഒരാൾ ദേവസ്വം ബോർഡിൽ, ഒരാൾ പുല്ലുളങ്ങര 9 കരയുടെ ക്ഷേത്രത്തിൽ. 3 പേരും ഇതുകൊണ്ട് ഒക്കെ ജീവിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. 3 പേർക്കും 3 താമസ സൗകര്യം എല്ലാം ഞാൻ ഇതുകൊണ്ട് ചെയ്തു കൊടുത്തു. ഇതെല്ലാം എൻ്റെ ചെണ്ടയുടെ ഒരു വരുമാനം അല്ലാതെ മറ്റ് യാതൊരു വരുമാനവും, എനിക്ക് സ്ഥിരമായ ഒരു ജോലിയോ ഒന്നും തന്നെ ഇല്ലാതെ ഇവരെയൊക്കെ വളർത്താൻ ഭഗവാൻ അനുഗ്രഹിച്ചു, അയ്യപ്പൻ അനുഗ്രഹിച്ചു, ഗുരുനാഥൻ്റെ അനുഗ്രഹം എല്ലാം കൊണ്ടും, എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രം ജീവിതം ഒരു സന്തോഷമായിട്ട് ഞാൻ കഴിയുക. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവ ഏത് സമയത്തും അവരോട് എന്തോ പറഞ്ഞാലും അവരെല്ലാം എൻ്റെ കൂടെ, അവരെല്ലാം എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ തയ്യാറോട് നിൽക്കുക. അതിനൊന്നും അവർക്കും ബുദ്ധിമുട്ടില്ല. അവർക്കും ജീവിക്കാനുള്ള വഴികളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് കൂടുതലൊന്നും അവരെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്വന്തം കാര്യം നടത്തുന്നതിന് ഇപ്പോഴും അവരുടെ കൂടെ ചെന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻ്റെ വരുമാനങ്ങളും സ്വന്തം കാര്യങ്ങൾ ഇന്ന് വരെയും നടത്തിക്കൊണ്ടിരിക്കുക. നാളത്തേത് എനിക്കൊന്നും പറയാനില്ല, അതെല്ലാം ഭഗവാന്റെ കയ്യിലാണ്. ഇതുവരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതായത് ഇതിനോട് പൂർണ്ണമായി സമർപ്പിച്ച്, അതായത് ഈ ചെണ്ടയോടൊപ്പം ഈ കലയ്ക്ക് പൂർണ്ണമായി ആശാൻ്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ ഈ കല ആശാന് തിരിച്ചു തന്നത് നല്ലൊരു ജീവിത സാഹചര്യവും സംതൃപ്തമായൊരു കുടുംബവുമാണ് എന്ന് പറയാമല്ലോ. ഈ ജീവിതത്തിൽ എനിക്ക് പ്രത്യേകമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷമായൊരു ജീവിതമാണ്. എനിക്ക് ഇതേ ഒരു പല വയ്യാഴികളുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു, ജീവിക്കുന്നു. എനിക്ക് ഇതിനകത്ത് ചെണ്ടയുടെ ഏറ്റവും വലിയ സന്തോഷം, ചെണ്ടയുടെ കൊട്ടിനോട് ഇപ്പോഴും അങ്ങ് ആർത്തിയാണ്. എന്ന് പറഞ്ഞാൽ വാരണാസി തിരുമേനി മരിക്കുമ്പോഴും കൊട്ടിനോട് ആർത്തി തീർന്നിട്ടില്ല എന്ന് പറയുന്ന പോലെ എനിക്ക് ചെണ്ട കൊട്ടിനോട് അങ്ങ് ഇപ്പോൾ എവിടെ എന്ത് നടന്നാലും പുല്ലുളങ്ങര ഓടി ഒന്ന് പറക്കി കൊട്ടുന്നത് ഏറ്റവും വലിയ ഇഷ്ടമാണ്. ചെണ്ട കൊട്ട് വലിയ ഇഷ്ടമാണ്. അങ്ങനെ കുട്ടി അങ്ങനെ എന്നെ കട്ടപ്പെടുത്താതെ പറഞ്ഞു വിട്ടണമെന്ന് അയ്യപ്പനോട് പ്രാർത്ഥിക്കാറുള്ളൂ. അല്ലാതെ ഒന്നും വേറെ ഒന്നുമില്ല. കാരണം കിടത്തിയാൽ അവർക്ക് ബുദ്ധിമുട്ടല്ലോ. അതൊന്നും വരാതെ അദ്ദേഹം വേണ്ട പോലെ നോക്കിക്കോളും എന്നുള്ള വിശ്വാസത്തിലാണ്. ഈ കലാകാരന്മാരുടെ
ജീവിതവുമായി നോക്കുമ്പോൾ ഒരു മാതൃകാപരമായ ഒരു ജീവിതമാണ് ശ്രീ ഉത്തമനാശാൻ എന്നറിയപ്പെടുന്ന നാടിൻ്റെ ഉത്തമനാശാനാണ് കീരിക്കാട് പുരുഷോത്തമപ്പണിക്കർ എന്നുള്ള ഈ വാദ്യ കുലപതിയുടെ ജീവിതം. കാരണം പൂർണ്ണമായി അദ്ദേഹം സമർപ്പിക്കപ്പെട്ടിരുന്നത് ഈ കലയ്ക്ക് വേണ്ടിയാണ്. കഥകളിയുടെ തെക്കൻ ചിട്ടയിലാണെങ്കിലും അതുപോലെ ക്ഷേത്രവാദ്യ രംഗത്താണെങ്കിലും പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹം. അതിൻ്റെ നേർവഴിക്ക് അദ്ദേഹം ജീവിച്ചതുകൊണ്ട് അദ്ദേഹം ഇന്ന് ആ രംഗത്ത് കുടുംബജീവിതത്തിലും കലാജീവിതത്തിലും ഒക്കെ പൂർണ്ണ സംതൃപ്തനായി ശിഷ്യരും മക്കളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സമ്പന്നമായ, എല്ലാം കൊണ്ടും സമ്പന്നമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ അദ്ദേഹം ജീവിക്കുകയാണ്. ഇനിയുമേറെ നാൾ പിന്നെ ഈ രംഗത്ത് തുടരുവാനും പിന്നെ ഒട്ടേറെ ഇനിയും ശിഷ്യന്മാർക്ക് ഇത് പകർന്നു കൊടുക്കാനും അങ്ങേക്ക് കഴിയട്ടെ എന്നും ആയുരാരോഗ്യ സൗകര്യങ്ങളുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പറയട്ടെ, എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു പോയതുപോലെ തൊഴിലുകളെ പല രീതിയിലും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. അതെൻ്റെ ഇഷ്ടത്തിന് കൊട്ടാൻ കഴിഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട അമ്പലത്തിലല്ല ഇഷ്ടം പോലെ കൊട്ടാൻ കഴിഞ്ഞു. എൻ്റെ ശിഷ്യന്മാരെയൊക്കെ ഞാൻ അതുപോലെയൊക്കെ തന്നെ ആശാൻ പഠിപ്പിച്ചതുപോലെയൊക്കെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെയൊക്കെ അതുപോലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും സന്തോഷമായ ഒരു ജീവിതം എൻ്റെ അവസാന കാലത്ത് കാണുന്നതിന് ഏറ്റവും വലിയൊരു അനുഗ്രഹം ഭഗവാന്റെ ഉണ്ടാവണേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുന്നു. അല്ല, ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ അങ്ങേറ്റം വരെയുള്ളൊരു വലിയ ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിഞ്ഞതും ഒരുപാട് കൊട്ടാൻ കഴിഞ്ഞതും ഒരുപാട് ശിഷ്യന്മാരെ പഠിപ്പിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞതും ഇന്നത്തെ ഈ ദിവസം ബഹുമാനപ്പെട്ട കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാൻ്റെ ഒരു നേതൃത്വത്തിൽ ഇങ്ങനൊരു വലിയ പരിപാടി നടത്താൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം വളരെ അങ്ങേയറ്റം ഉണ്ട്. താമരശ്ശേരിയിലെ ഞങ്ങളുടെ 9 കരയിലെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് താമരശ്ശേരി അയ്യപ്പൻപിള്ള. അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനെ അച്ഛനെ മുതലെല്ലാം പാരമ്പര്യമായിട്ട് എൻ്റെ കുടുംബവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ആളുകൂടാണ് താമരശ്ശേരി അയ്യപ്പൻപിള്ള. അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടെ ഒരു നേതൃത്വത്തിൽ ഇങ്ങനൊരു സംഗതി, ഇങ്ങനൊരു പരിപാടി വലിയ വിജയം നടത്തി തരുന്നതിന് കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാൻ വളരെയധികം ബുദ്ധിമുട്ടി എന്നെ അനുഗ്രഹിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. പരിപാടി നടത്തിയിട്ടുണ്ടോ, എന്തെല്ലാം പരിപാടികൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കേട്ടവർക്കും കണ്ടവർക്കും എല്ലാം ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി പറഞ്ഞ് ബഹുമാനപ്പെട്ട കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു കാര്യം നടന്നത് വളരെ സന്തോഷം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം.